മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്ന് സൗവർണികയിലേക്കുള്ള വഴിയിൽ ഇവിടെ എനിക്ക് തൊട്ടുപുറകിൽ ഗരുഡ ഗുഹയുണ്ട്. സൗവർണൻ അഥവാ ഗരുഡൻ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത്. അതിന് സമീപത്തായി വയനാട് നിന്ന് ഉള്ള ഒരു മൂകാംബിക ഭക്തനായ ചേട്ടനെ പരിചയപ്പെട്ടു. ദേവിയെക്കുറിച്ച് ചേട്ടൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ചേട്ടൻ്റെ നാട് എവിടെയാ? ഞാനിപ്പോൾ താമസിക്കുന്നത് വയനാടാണ്. ഇവിടെ ചെറുപുഴ 32 കിലോമീറ്റർ പയ്യന്നൂരിൽ നിന്ന് അവിടെ നിന്ന് പോയതാണ്. ദേവിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയത് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി സ്തോത്രം വായിക്കാനിടയായി. അപ്പോൾ അതിൽ ആദ്യ ശ്ലോകത്തിൽ തന്നെ മനസ്സിലാക്കിയത് അർത്ഥം പൂർവ്വജന്മങ്ങളിൽ അളവറ്റ പുണ്യം സമ്പാദിക്കാത്ത ഒരാൾക്ക് അമ്മയെ സ്തുതിക്കാൻ നമസ്കരിക്കാൻ യോഗ്യതയാകുന്നില്ല എന്നാണ് ആ ആദ്യ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനങ്ങനെ ക്ഷേത്രഭക്തിയായിട്ട് ഇടപെട്ട ഒരു 81 മുതൽക്ക് വിശാലന്ത സമ്മേളനം കാരണമായി. അതുമുതൽക്കാണ് ഇത് ഭക്തിമാർഗത്തിലേക്ക് ശ്രദ്ധിക്കാൻ കാരണം. അപ്പോൾ ഇവിടെ വന്ന അനേക നാടുകളിൽ നിന്നും വരുന്നവർ ഇങ്ങനെ വരുന്ന കാരണം എന്താണ് എന്ന് അറിഞ്ഞ അപ്പോൾ കൂടുതൽ നമുക്ക് ചില പ്രത്യേകമായ ഒരു ആത്മീയ അനുഭൂതി തന്നെ ഉണ്ടായി. കാരണം അതിന് ഭഗവത്ഗീതയാണ് അതിനെ സഹായിച്ചത്. ഗുണത്രയ വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം ഇതൊക്കെ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇത്ര അടുക്കാൻ. അമ്മയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയാൽ തങ്ങൾ കൂടി ചേർന്ന് ഒഴുകുന്നതാണ് ഈ സൗവർണിക എന്ന് പറയുന്നത്. അത് ഇവിടെ അമ്മയുടെ അടുത്തിരുന്ന് തന്നെ സിദ്ധി നേടിയ അമ്മയെ പ്രത്യക്ഷമാക്കാൻ കഴിവുള്ളവരും ആ ഗുരുക്കന്മാരിൽ നിന്നാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെത്ര ഒന്നും കുറഞ്ഞ രീതിയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ദേവലോകത്ത് പൂജ നടക്കുന്നത് കാണാൻ ശങ്കരാചാര്യർക്ക് ദിവ്യമായ ദൃഷ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ മറ്റുള്ള ദേവകൾ വരെയും പൂജിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ ഒരറിവിൽ ഉള്ളത്. ഞാൻ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കവിത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതൊരു ഗാനരൂപത്തിൽ ഞാൻ ആലോചിച്ച് നടക്കാറുണ്ട്. അത് ഒന്ന് കേൾപ്പിച്ചു തരാം. ജ്ഞാനം നൽകുമൊരമ്മ മൂകാംബികയമ്മ, ദാനം നൽകുമൊരമ്മ മൂകാംബികയമ്മ, രാഗം നൽകുമൊരമ്മ മൂകാംബികയമ്മ, അനേകായിരം രാഗങ്ങളുടെ നിലവറ സൂക്ഷിപ്പുകാരിയം അമ്മ മൂകാംബികയമ്മ.